അഫ്ഗാനിസ്ഥാനിൽ താലിബാന്റെ ഭരണം അവസാനിപ്പിക്കുമെന്നാണ് പാകിസ്ഥാന്റെ വെല്ലുവിളി. അങ്ങനെ താലിബാനെ അവിടെ നിന്ന് പെട്ടെന്ന് ഒഴിവാക്കാൻ കഴിയുമോ? താലിബാൻ 2.0 ഇതാണ് ഇപ്പോഴത്തെ താലിബാന്റെ ഒരു പൊതുവെ ഉള്ള ഒരു വിളിപ്പേര്. അതായത് പരിഷ്കൃതമായ, റിഫൈൻഡ്, റിഫോംഡ് ആൻഡ് റീഗ്രൂപ്ഡ് ഓർ റീഓറിയന്റഡ് താലിബാൻ ഓർ റീഡിസ്കവേർഡ് താലിബാൻ. ആദ്യത്തെ താലിബാൻ ബിൻ ലാദൻ അഭയം കൊടുത്ത താലിബാൻ, ഭീകരവാദത്തെ വളർത്തിയ താലിബാൻ. പക്ഷെ ഇപ്പോൾ അമേരിക്കൻ സൈന്യം 2020 അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഏറെക്കാലം ഒരു 10 നൂറ്റാണ്ടിലധികമുള്ള അഫ്ഗാൻ ഭരണത്തിൽ നിന്നും അല്ലെങ്കിൽ ബാക്ക് സീറ്റ് ഡ്രൈവിംഗിൽ നിന്നും പിന്മാറിയതിനു ശേഷം പുതിയൊരു ഭരണകൂടം വരികയാണ്. അത് പാകിസ്ഥാൻ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ആദ്യം കണ്ടത്. പക്ഷേ പെട്ടെന്ന് തന്നെ പാകിസ്ഥാൻ മനസ്സിലായി പുതിയ താലിബാൻ ഭരണകൂടം ഭാരതവുമായി അടുത്ത് പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു ഭരണകൂടമാണ്. അത് മാത്രമല്ല പാക് മേഖല, പഷ്തു വിഭാഗക്കാർ, പഷ്തു ഭാഷ സംസാരിക്കുന്ന പഠാന്മാർക്ക് നിർണായക സ്വാധീനമുള്ള പാകിസ്ഥാന്റെ വസീറിസ്ഥാൻ പ്രദേശം, അതായത് ഖൈബർ പഖ്തൂൺഖ എന്ന് പറയുന്ന പ്രദേശം, അവിടെ താലിബാൻ, പാകിസ്ഥാന്റെ താലിബാൻ വളരെ ശക്തമാണ്. അഫ്ഗാൻ താലിബാന്റെ പിന്തുണയോടുകൂടി തന്നെ ഒരു കാലത്ത് പാകിസ്ഥാൻ സൈന്യവും ISIയും നിർലോഭം സഹകരിച്ച് വളർത്തിയെടുത്ത പാക് താലിബാൻ ഇന്ന് പാക് സ്റ്റേറ്റിനെതിരെ, പാക് ഗവൺമെന്റിനെതിരെ, പാക് സൈന്യത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. അതിന് പിന്നിൽ അഫ്ഗാനിസ്ഥാനുണ്ട്, അഫ്ഗാനിസ്ഥാന്റെ പിന്നിൽ ഇന്ത്യ ഉണ്ട്. ഇതാണ് പാകിസ്ഥാന്റെ ഒരു ആരോപണം. നിരന്തരം സംഭവിക്കുന്ന ആർമി കോളംസിനെതിരെ, പാകിസ്ഥാന്റെ ആർമി കോളംസിനെതിരെ ബലൂചിസ്ഥാനിലും ഖൈബർ പഖ്തൂൺഖ മേഖലയിലും നിരന്തരം ആക്രമണങ്ങളാണ്, അതിർത്തിയിൽ നിരന്തരം ഏറ്റുമുട്ടലുകളാണ്. ഇതിനെല്ലാം പുറമെ അപ്പോഴെല്ലാം ജീവത്യാഗം സഹിക്കേണ്ടി വരുന്നത് പാകിസ്ഥാൻ സൈനികർക്കാണ്. അപ്പോൾ എന്തായിരിക്കും സൗഹൃദത്തിൽ ഉണ്ടായിരുന്ന ഒരു രാജ്യം ഇങ്ങനെ പെട്ടെന്ന് രണ്ടായി തിരിയുന്നത്? അത് ഈ പാകിസ്ഥാൻ സൂചിപ്പിക്കും പോലെ അതിൽ എന്തെങ്കിലും ഇന്ത്യക്ക് പങ്കുണ്ടോ? കാരണം ആർമി ഹാസ് ടേക്കൺ ഓവർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ തുടക്കമായിരുന്നു ഇമ്രാൻ ഖാൻ്റേത്. ആ ഭാഗത്ത് നിന്നുള്ള ഖൈബർ പഖ്തൂൺഖ മേഖലയിൽ നിന്നുള്ള ഒരു പഠാൻ കൂടിയാണ് ഇമ്രാൻ ഖാൻ. ഇമ്രാൻ ഖാൻ ആരും ഗൗരവം, അദ്ദേഹത്തിൻ്റെ തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടിക്ക് വലിയ സാധ്യതയൊന്നും ആ പ്രദേശത്തെ ഒരു പ്രാദേശിക ഒരു പാർട്ടി എന്നതിൽ നിന്നും ലാഹോറിലേക്കും ഇസ്ലാമാബാദിലേക്കും, അത് പഞ്ചാബിൻ്റെ മണ്ണിലേക്കും സിന്ധിലേക്കും പടർന്നു കയറാൻ PTI, പാകിസ്ഥാൻ പാക് തെഹ്രീക്ക് ഇൻസാഫ് PTI എന്ന ഇമ്രാൻഖാൻ്റെ പാർട്ടി കഴിയുമെന്ന് ആരും വിചാരിച്ചില്ല. പക്ഷേ ഇമ്രാൻഖാൻ്റെ പിന്നിൽ സൈന്യം ഉണ്ടായിരുന്നു. അങ്ങനെ സൈന്യത്തിൻ്റെ അനുഗ്രഹാശിസുകളോടെ ഇമ്രാൻഖാൻ അധികാരത്തിൽ വരികയും പിന്നീട് സൈന്യവുമായി തെറ്റുകയും അമേരിക്ക വിരുദ്ധമായ ചില പ്രസ്താവനകൾ നടത്തുകയും ചെയ്തപ്പോൾ, അതായത് ഉക്രൈൻ യുദ്ധം ഉൾപ്പെടെ സംഭവിച്ച സമയത്ത് അവിടെ റഷ്യയിൽ പോകാൻ ഇമ്രാൻഖാൻ താല്പര്യമെടുത്തു എന്നുകൂടി ഓർക്കുമ്പോൾ അമേരിക്കൻ സ്കീം ഓഫ് തിങ്സിൽ നിന്നും ഇമ്രാൻഖാൻ നിഷ്കാസിതനായി. ആർമിക്ക് ഇമ്രാൻഖാനെ തള്ളിപ്പറയേണ്ടി വന്നു. അതുകൊണ്ട് അമേരിക്കക്കെതിരെയും ആർമിക്കെതിരെയും ഇമ്രാൻഖാൻ തിരിഞ്ഞപ്പോൾ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വൻപൻ മാറ്റമാണ്. വലിയ ജനകീയ പ്രതിച്ഛായൊന്നും ഇല്ലാതിരുന്ന മുൻകാല നേതാവായ നവാസ് ഷെരീഫിൻ്റെ ബ്രദർ ഷഹബാസ് ഷെരീഫിനെ മുഖ്യമന്ത്രി പദത്തിലേക്ക്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി പദത്തിലേക്ക്, പഞ്ചാബ് മുഖ്യമന്ത്രി മാത്രമായിരുന്ന ഷഹബാസ് ഷെരീഫിനെ പ്രധാനമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് കാര്യമായ തെരഞ്ഞെടുപ്പൊന്നുമില്ലാതെ പ്രഹസനം എന്ന നിലയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി ഇമ്രാൻഖാന്റെ പാർട്ടിയെ മത്സരിക്കാൻ അനുവദിക്കാതെ രാഷ്ട്രീയ പ്രക്രിയയെ അട്ടിമറിച്ചുകൊണ്ട് ഒരുതരം തട്ടിക്കൂട്ട് സർക്കാരാണ് പാകിസ്ഥാൻ മുസ്ലിം ലീഗ്. അത് ഷഹബാസ് ഷെരീഫിൻ്റെ പാർട്ടിയാണ്. ആ പാർട്ടിക്ക് പ്രധാനമന്ത്രി പദവിയും, അതുപോലെ സിന്ധിൽ വലിയ വേരുകളുള്ള സുൽഫിക്കർ അലി ഭൂട്ടോയുടെയും ബെനസീർ ഭൂട്ടോയുടെയും പാർട്ടി, അതായത് ബെനസറിൻ്റെ മകൻ നയിക്കുന്ന ബിലാവൽ ഭുട്ടോ നയിക്കുന്ന പാർട്ടിക്ക് ബെനസറിൻ്റെ ഭർത്താവ് ആസിഫ് അലി സർദാറി പ്രസിഡന്റ് ഓഫ് പാകിസ്ഥാൻ എന്ന നിലയിൽ നേതൃത്വം നൽകുന്നത്. ഒരു റബ്ബർ സ്റ്റാമ്പാണ് പാകിസ്ഥാന്റെ പ്രസിഡന്റ് എന്ന് ഓർക്കുക. അങ്ങനെ ഒരു തരം പവർ ഷെയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് ആണ് ആർമിയുടെ ഒത്താശയോടുകൂടി. അത് സ്വീകാര്യമല്ലാത്ത ഒരു വലിയ വിഭാഗം ജനം പാകിസ്ഥാനിലുണ്ട്, പ്രത്യേകിച്ച് ഖൈബർ പഖ്തൂൺഖ മേഖലയിൽ. അവിടെയാണ് പാകിസ്ഥാൻ താലിബാന്റെ പ്രസക്തി. മുൻകാലത്ത് പാകിസ്ഥാൻ സൈന്യം തന്നെ വളർത്തിയെടുത്ത് ഇപ്പോൾ സൈന്യവുമായി വിഘടിച്ചു നിൽക്കുന്ന, രാഷ്ട്രീയ നേതൃത്വവുമായി തെറ്റി നിൽക്കുന്ന വിഭാഗം തരം കിട്ടുമ്പോഴെല്ലാം പാകിസ്ഥാനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നു. അവരെന്നിട്ട് നേരെ പോകുന്നത് എവിടെയാണ്? അഫ്ഗാനിസ്ഥാനിലേക്ക് അതിർത്തി കടന്നു പോവുകയാണ്. ഖൈബർ പാസ് കടന്നുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തുകയാണ്. അവിടെ പരിശീലനം ലഭിച്ച തീവ്രവാദികൾ എന്ന പാകിസ്ഥാൻ ചാപ്പകുത്തിയ പാക് തെഹ്രീക്ക് പാകിസ്ഥാൻ, ഈ പാക് താലിബാൻ, തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ, അവർ തിരിച്ചു വന്ന് പാകിസ്ഥാനിൽ ആക്രമണം നടത്തുകയാണ്. ഇതിന് പിന്നിൽ ഇന്ത്യയാണെന്നാണ് പറയുന്നത്.
പറയുന്നതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ അടുത്ത നയതന്ത്രബന്ധം പുലർത്തുന്നു. അഫ്ഗാനിസ്ഥാൻ ഒരു കാലത്ത് താലിബാൻ റൂൾ കാലത്ത് ഇന്ത്യയുമായി കാര്യമായി ബന്ധമുണ്ടായിരുന്നില്ല. ഈ പാകിസ്ഥാന്റെ വെല്ലുവിളി നടപ്പിലാക്കാൻ കഴിയുമോ? അങ്ങനെ പെട്ടെന്ന് താലിബാനെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുമോ? ഇത് സങ്കീർണമാണ്. ഇത് വളരെ സങ്കീർണമാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഉള്ള സമ്മർദ്ദം, ഒരു വശത്ത് ഇന്ത്യ, കിഴക്ക് ഇന്ത്യയുമായിട്ടുള്ള ബോർഡേഴ്സ്, ഓപ്പറേഷൻ സിന്ധൂറിനൊക്കെ ശേഷം വലിയ പെട്രോളിംഗ് ആണ് ഇവിടെ ഇന്ത്യ ബോർഡറിൽ പാകിസ്ഥാൻ. മറുവശത്ത് അഫ്ഗാനിസ്ഥാൻ, വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ അഫ്ഗാനിസ്ഥാൻ. ഇറാനുമായും അത്ര നല്ല ബന്ധമല്ല പാകിസ്ഥാൻ എന്നോർക്കണം. അതായത് ബലൂചിസ്ഥാൻ മേഖല ഇറാനുമായി അതിർത്തി പങ്കിടുന്ന മേഖലയാണ്. അപ്പോൾ വസീറിസ്ഥാൻ അല്ലെങ്കിൽ പഷ്തൂണിസ്ഥാൻ ആ മേഖല അഫ്ഗാനിസ്ഥാനുമായും, ബലൂചിസ്ഥാൻ ഇറാനുമായും, മറ്റ് സിന്ധും പഞ്ചാബും ഇന്ത്യയുമായും, കാശ്മീറും ഇന്ത്യയുമായും അതിർത്തി പങ്കിടുന്നു. ഇവിടെ എല്ലാം തന്നെ സമ്മർദ്ദമാണ്. പാകിസ്ഥാൻ is getting sandwiched between Iran and Afghanistan on the western front and India on the eastern front. ഇത് വലിയ സമ്മർദ്ദമാണ്. അതുകൊണ്ടാണ് ഒരു പരിധിവരെ അമേരിക്കയുടെ മുമ്പിൽ ഒരു പ്രദേശം മാത്രം ഒന്ന് സൂക്ഷിച്ചാൽ മതിയായിരുന്നല്ലേ? പണ്ടൊരു പ്രദേശമാണ്. ഇപ്പോൾ അതുകൊണ്ടാണ് തന്ത്രപരമായ ഇടപെടലുകൾ ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ നടത്തുന്നു എന്ന നിരീക്ഷണമുള്ളത്. ഇന്ത്യയെ സമാനമായ രീതിയിൽ ഇന്ത്യയെ കിഴക്കും പടിഞ്ഞാറും മേഖലയിൽ തളച്ചിടാൻ അല്ലെങ്കിൽ സമ്മർദ്ദപ്പെടുത്താനുള്ള പാകിസ്ഥാന്റെ തന്ത്രം അമേരിക്കയുടെ മൗനസമ്മതത്തോടെ അരങ്ങേറുന്നു. അതുകൊണ്ടാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ ബംഗ്ലാദേശിന്റെ കാര്യങ്ങളല്ല സംസാരിക്കുന്നത് എങ്കിൽ പോലും ഈ ചിത്രത്തിൽ നിന്നും ബംഗ്ലാദേശിനെ അടർത്തി മാറ്റിക്കൊണ്ട് പാകിസ്ഥാന്റെ മനസ്സിനെ അവലോകനം ചെയ്യാനാവില്ല. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ ആഭ്യന്തരമായി 2-3 ശത്രുക്കളെ നേരിടുന്നു. ഒന്ന് ബലൂച്ച് വിപ്ലവകാരികളാണ്, ബലൂച്ച് ലിബറേഷൻ ആർമി. 2 സിന്ധിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുന്ന ഒരു ചെറിയ വിഭാഗം സിന്ധിലുണ്ട്. താരതമ്യേന ശാന്തമാണെന്ന് പറഞ്ഞാലും സിന്ധിന്റെ പഞ്ചാബി ഡോമിനേഷൻ ഓവർ അത് റീജൻസ്, അത് സിന്ധിലെ ആളുകൾ, കറാച്ചി തലസ്ഥാനമായ സിന്ധിലെ ആളുകൾ അത് വിഷമത്തിലാണ്. അതുകൊണ്ട് അവർക്കും ഇപ്പോഴത്തെ ഭരണകൂടത്തോട് വലിയ മമതയില്ല. കാശ്മീരിൽ, അതായത് പാക് അധിനിവേശ കാശ്മീർ, അതായത് ജിൽജിറ്റ് ബാൾട്ടിസ്ഥാൻ എന്ന് പറയുന്ന ആ പ്രദേശത്തെ ആളുകൾ അത്ര സംതൃപ്തരല്ല. ഇന്ത്യ, പാകിസ്ഥാൻ, കാശ്മീർ ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് തങ്ങളെ പ്രതി നിങ്ങൾ ദുഃഖിക്കേണ്ട എന്നാണ് പാക് കാശ്മീരിലെ ആളുകൾ പറയുന്നത്. മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി ഈ മേഖലയിൽ പുതിയ രാഷ്ട്രീയം രൂപപ്പെടുന്നുണ്ടോ? അഫ്ഗാനിസ്ഥാൻ അമേരിക്കക്കെതിരെ പറയുന്നു, പാകിസ്ഥാൻ അമേരിക്കയോട് അടുക്കുന്നു, ചൈനയെ എതിർക്കുന്നു, ഇന്ത്യയും ചൈനയും സൗഹൃദത്തിലാകുന്നു, അഫ്ഗാനിസ്ഥാനുമായി സൗഹൃദത്തിലാകുന്നു. ഇതൊരു പുതിയ രാഷ്ട്രീയം. ഇത് പുതിയ രാഷ്ട്രീയമാണ്, അതീവ സങ്കീർണമായ രാഷ്ട്രീയമാണ്. നോക്കൂ, ചൈനയാണ് പാകിസ്ഥാനെ എക്കാലത്തും JF-17 വിമാനങ്ങൾ ഉൾപ്പെടെ നൽകി സഹായിച്ചിട്ടുള്ളത്. പാകിസ്ഥാന്റെ 70% ആയുധങ്ങളും ചൈനീസ് നിർമ്മിതമാണ്. ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ, അങ്ങനെയാണ് ഗദ്ദാർ തുറമുഖത്ത് വലിയ ഒരു വികസന പ്രവർത്തനം ചൈനീസ് ഫണ്ടിങ്ങിൽ വരുന്നത്. ഇന്ത്യ അതിന് പാരലായി ഇറാനിൽ ചബഹാർ തുറമുഖത്ത് വൻ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇറാന്റെ വടക്കോട്ട് നീളുന്ന ഒരു റെയിൽ റോഡ് ഇടനാഴി കൂടി ഇന്ത്യ വിഭാവനം ചെയ്യുന്നു. സെൻട്രൽ ഏഷ്യയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കുമുള്ള ഒരു ഇടനാഴി എന്ന രീതിയിൽ. അപ്പം അതിന് ബദലായി പാകിസ്ഥാൻ ഇപ്പോൾ ഒരു തുറമുഖം തന്നെ, പസ്നി എന്ന് പറയുന്ന ഒരു തുറമുഖം തന്നെ അമേരിക്കയുമായി ബന്ധപ്പെട്ട് ആ ഒരു പുതിയ തുറമുഖ നിർമ്മാണത്തിലാണ്. അല്ലെങ്കിൽ അമേരിക്കൻ നാവികർക്ക് അവിടെ നങ്കൂരമിടാൻ പറ്റുന്ന രീതിയിൽ ചബഹാറിനും ഗദ്ദാറിനും ഇടയിൽ ഒരു തുറമുഖം വരികയാണ്. ഇതെല്ലാം ചൈനയെ അലോസരപ്പെടുത്തുന്നു. ചൈനയ്ക്കെതിരെ വൻപൻ ആക്രമണങ്ങളാണ് ബലൂചിസ്ഥാനിൽ ചൈനീസ് നിർമ്മാണ കമ്പനികൾക്കെതിരെ നടക്കുന്നത്. അപ്പോൾ പാകിസ്ഥാന്റെ ആഭ്യന്തര രാഷ്ട്രീയം കലുഷിതമാകുന്നതിനോടൊപ്പം ചൈനയുടെ സാന്നിധ്യം പരമാവധി കുറച്ചുകൊണ്ടുവരാൻ അമേരിക്കയുടെ ഇൻവോൾവ്മെന്റ് സഹായിക്കും എന്നൊരു ചിന്തയുണ്ട്. അതുകൊണ്ട് ചൈനയുമായി പാകിസ്ഥാൻ തെല്ല് അകലുകയും അമേരിക്കയുമായി ഏറെ അടുക്കുകയും ചെയ്യുന്നത് ഇന്ത്യ അമേരിക്ക വാണിജ്യ വ്യാപാര കരാർ ഒപ്പിടുന്നത് വരെ മാത്രമുള്ള ഒരു താൽക്കാലിക സംവിധാനമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു സമഗ്ര വ്യാപാര കരാർ ഇന്ത്യ അമേരിക്ക ഒപ്പിട്ട് കഴിഞ്ഞാൽ പാകിസ്ഥാൻ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വെറും ചണ്ടിയായി മാറും. അതുകൊണ്ട് തൽക്കാലം അസീം മുനീർ ട്രംപിന്റെ ആതിഥ്യമരുണ്ടു, തിരിച്ചു വന്നു, നല്ല കാര്യം. പക്ഷേ ആത്യന്തികമായി അമേരിക്കൻ സ്കീം ഓഫ് തിങ്സിൽ ഇന്ത്യക്ക് വലിയ സ്ഥാനമാണുള്ളത്. കാരണം ചൈനയെ ചെക്ക്മേറ്റ് ചെയ്യാൻ ഇന്ത്യയെ ആവശ്യമാണ്. ഇപ്പോൾ ബംഗ്ലാദേശിനും പാകിസ്ഥാനും ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ സമ്മർദ്ദപ്പെടുത്തുന്ന അമേരിക്കൻ തന്ത്രം, അതിൻ്റെ കൂടെ ഭാഗമാണ് പാക് താലിബാൻ അവിടെ പ്രശ്നമുണ്ടാക്കുന്നെങ്കിൽ പാകിസ്ഥാൻ കൂടുതൽ അമേരിക്കയുമായി ചേർന്ന് നിൽക്കാൻ താല്പര്യപ്പെടും എന്ന ഒരു ചിന്തയുണ്ട്. അത് മാത്രമല്ല, പാകിസ്ഥാനെ പൂർണ്ണമായി കൈവിടാനുമാവില്ല. കാരണം ഇറാനെ അമേരിക്ക പൂർണ്ണമായി അമേരിക്കൻ പണം അങ്ങോട്ട് എത്തുന്നുണ്ടോ? കാരണം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ, അഫ്ഗാനിസ്ഥാന്റെ ആക്രമണം, ബലൂചിസ്ഥാൻ പ്രശ്നം, പാക് അധിനിവേശ കാശ്മീരിലെ പ്രശ്നം
പക്ഷെ അവർക്കൊരു കുലുക്കവുമില്ല. അമേരിക്കൻ പണം നേരിട്ട് അഫ്ഗാനിസ്ഥാന്റെ കയ്യിൽ അല്ലെങ്കിൽ അഫ്ഗാൻ താലിബാന്റെ കയ്യിൽ എത്താൻ ഇപ്പോൾ സാധ്യത വളരെ കുറവാണ്. അത് മാത്രമല്ല, ബഗ്രാം വിമാനത്താവളം, അഫ്ഗാനിസ്ഥാനെ ബഗ്രാം വിമാനത്താവളം ഏറ്റെടുക്കാൻ അമേരിക്ക സന്നദ്ധമായതുമാണ്. അല്ലായെങ്കിൽ അത് വില കൊടുത്ത് വാങ്ങാനോ കൈയടക്കാനോ ഇനി വെട്ടിപ്പിടിക്കാനോ ഒക്കെ തയ്യാറായതാണ്. അവിടെ ഒരു ഫുട് ഹോൾഡ് അമേരിക്ക ആ പ്രദേശത്തെ ആഗ്രഹിക്കുന്നു. കാരണം ഇറാനുമായി പ്രോക്സിമിറ്റി ഉണ്ട്, പാകിസ്ഥാനുമായി പ്രോക്സിമിറ്റി ഉണ്ട്, അഫ്ഗാനിസ്ഥാനിൽ തന്നെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയും. പക്ഷേ അഫ്ഗാൻ ഗവൺമെന്റ് കട്ടക്ക് അമേരിക്ക വിരുദ്ധമായി നിൽക്കുകയാണ്. പക്ഷേ ഇന്ത്യ അനുകൂലമായി നിൽക്കുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ചെറിയ അസ്വാരസ്യത്തിൽ നിൽക്കുമ്പോൾ അഫ്ഗാൻ ഇന്ത്യ ബന്ധങ്ങൾ തളിർക്കുന്നത് സ്വാഭാവികം. ആമിർ ഖാൻ മുത്താഖി റഷ്യയിൽ വെച്ച് നടന്ന ഒരു ഉച്ചകോടി, പല രാജ്യങ്ങൾ ഉച്ചകോടിയാണ്. അതിനുശേഷം നേരെ വന്നത് ന്യൂഡൽഹിയിലേക്കാണെന്ന് ഓർക്കണം. ഒരാഴ്ചത്തെ ന്യൂഡൽഹി വാസത്തിന് ശേഷം ഏതാനും കരാറുകൾ ധാരണയായതിനു ശേഷമാണ് ആമിർ ഖാൻ മുത്താഖി എന്ന അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി തിരിച്ചു പോയത്. അതിനർത്ഥം അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അനഭിമത രാഷ്ട്രമല്ല. അതുകൊണ്ടാണ് പാകിസ്ഥാനിൽ നിരന്തരം നടക്കുന്ന സ്ഫോടനങ്ങൾ, അതിനൊക്കെ പിന്നിൽ അഫ്ഗാനിസ്ഥാനിലൂടെ ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന നറേറ്റീവാണ് പാകിസ്ഥാൻ കൊടുക്കുന്നത്. അത് പൂർണ്ണമായി സ്ഥിരീകരിക്കാനോ നിരാകരിക്കാനോ ഉള്ള ഒരു നിലയിലല്ല ഇപ്പോൾ ഭാരതം. കാരണം ഭാരതത്തിന് സ്ട്രാറ്റജിക് ഓപ്ഷൻസ് പലതാണ്. ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാനിൽ നിന്നുകൊണ്ട് പാകിസ്ഥാനിലേക്ക് നടക്കുന്ന പല ആക്രമണങ്ങളുടെയും പിന്നിൽ ഇന്ത്യ തേടിക്കൊണ്ടിരിക്കുന്ന പല ഭീകരന്മാരും പാകിസ്ഥാനിൽ താവളം അടിച്ചിരിക്കുന്ന പല ഭീകര സംഘടനകളും എല്ലാം ഉൾക്കൊള്ളും. അതുകൊണ്ട് സങ്കീർണമായ ഒരു ഭൗമരാഷ്ട്രീയ അവസ്ഥയാണ് ഇന്ന് പാകിസ്ഥാൻ നേരിടുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.